ഇന്ന് സുപ്രധാനമായിട്ടുള്ള ദിവസമായിരിക്കും നിശ്ചയമായിട്ടും. അതിൻ്റെ പ്രാധാന്യം രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമുള്ള പ്രാധാന്യം ചന്തു ചന്ദ്രശേഖർ പറയുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡി മണി എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഡി മണിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മൊഴി എടുക്കും SIT എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. എത്രമേൽ സുപ്രധാനമാണ് ഈ ഡി മണിയോടുള്ള ഈ അന്വേഷണ സംഘത്തിൻ്റെ ആശയവിനിമയം? എന്താണ് ഡി മണിയിൽ നിന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്? നമ്മൾ എന്തറിയും കുറച്ചു കഴിഞ്ഞാൽ? സനീഷ്, ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഈ ശബരിമലയിലെ ചില ഉരുപ്പടികൾ അത് അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘം കൈമാറാൻ വേണ്ടി ശ്രമിച്ചു, അതിന്റെ ഇടപാടുകൾ നടന്നു എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ ആദ്യം പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. ഈ രമേശ് ചെന്നിത്തലയാണ് ഒരു വിദേശ വ്യവസായിക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞത്. തുടർന്ന് ഈ വിദേശ വ്യവസായിയുടെ മൊഴിയെടുത്തു. അവിടെയാണ് ഡി മണി എന്ന പേരിലേക്ക് ആദ്യമായി, അല്ലെങ്കിൽ അങ്ങനെ പേര് ആദ്യമായി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നത്. അവിടെ വെച്ചാണ് ഈ ഡി മണിയെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാൾ ഒരു വളരെ ദുരൂഹമായ ഒരു ക്യാരക്ടർ. കാരണം ഇയാൾ ഒരു പിന്നെ ഓട്ടോ മണിയെന്നും പിന്നീട് ഈ പറഞ്ഞ ഡയമണ്ട് മണിയെന്നും പിന്നെ ഫിനാൻസ് മണിയെന്നും ഒക്കെ അറിയപ്പെടുന്ന, ഒരു ഘട്ടത്തിൽ ചില ആൾക്കാർ പറയുന്നത് ദാവൂദ് മണിയാണെന്ന് പറയുന്നത്, അങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന, അവിടെ വളരെ പെട്ടെന്ന് ഒരു ഉയർന്ന സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരാൾ. പക്ഷേ ഇയാളെ അന്വേഷണ സംഘം ഇയാളെ സംശയം കൂടാനുള്ള കാരണം ഇയാളുടെ ഇടപാടുകളുടെ ഫോൺ വിളികളിലൊന്നും ഇയാൾക്ക് പ്രത്യേകം ഫോൺ ഇല്ല എന്നുള്ളതാണ്. ഇയാൾ പലപ്പോഴും ഇയാളുടെ സഹായിയായ ഇപ്പൊ ശ്രീകൃഷ്ണൻ, അയാളും ഇന്ന് ഹാജരാകും എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ശ്രീകൃഷ്ണൻ, അതുകൂടാതെ ബാലമുരുകൻ, ഇങ്ങനെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോൺ നമ്പറുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു ഇടപാട് നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരാൾ എന്തുകൊണ്ട് സ്വന്തം ഫോൺ ഉപയോഗിക്കുന്നില്ല? അതുകൊണ്ടാണ് സനീഷ അറിയാം, നമുക്ക് ഈ ഡി മണി എന്ന് പറയുന്ന പേര് അറിഞ്ഞ ഉടനെ എല്ലാവരും ഡി മണി എന്ന് പറഞ്ഞാൽ ബാലമുരുകനാണ് എന്നുള്ള തരത്തിലാണ് അന്വേഷണ സംഘത്തിനും ആദ്യം ഒരു, കാരണം അയാളുടെ പേരിലാണ് ഈ പറയുന്ന ഫോൺ കണക്ഷൻ ഉള്ളത്. പക്ഷേ ബാലമുരുകൻ വേറൊരാളാണ്. ബാലമുരുകന്റെ ഭാര്യയുടെ പേരിൽ ഇയാൾ സിം എടുക്കുകയും അത് ഈ ഡി മണി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മളന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ, ഡി മണിയെ ഡിണ്ടിഗലിലെ ഓഫീസിൽ SIT സംഘം ചോദ്യം ചെയ്യുന്ന വിഷ്വൽ അന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്ന ആ സമയത്ത് സനീഷ് ഓർമ്മയുണ്ടാവും. അതിനുശേഷം വന്നിട്ട് പറയുകയാണ്, ഞാനല്ല ഡി മണി, എൻ്റെ പേര് സുബ്രഹ്മണ്യം എന്നാണ്, എന്നെ MS മണി എന്നാണ് വിളിക്കുന്നത്. തനിക്ക് ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വേണ്ടി ഹാജരാകാൻ നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് പൊട്ടിക്കരയുന്ന മണിയെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതൊന്നും അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇയാൾ എന്തോ മറയ്ക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടി പുറത്ത് അറിയേണ്ടതുണ്ട്. ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരാവസ്തു ഇടപാട് അല്ലെങ്കിൽ അങ്ങനെ സംഘം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അനു, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഡി മണിയുടെ ഇക്കാര്യത്തിൽ ഇൻവോൾവ്മെന്റ് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ടാവുക? അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, കേസ് എന്താണ്? അതായത് ശബരിമല പോലെ വളരെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഏത് വിധത്തിലുള്ള പ്രാധാന്യവുമുള്ള, സാമൂഹ്യമായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും ലോകത്ത് തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലത്ത് നിന്നും ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കള്ളക്കടത്ത് നടത്തുക എന്നതാണല്ലോ നമ്മൾ അറിഞ്ഞ ഒരു സംഭവം. ഈ സ്വർണത്തിൻ്റെ അളവിനെ സംബന്ധിച്ചൊക്കെ നേരത്തെ അത് വളരെ കൂടുതലില്ല എന്നൊക്കെ പറയാൻ ചില ആളുകളെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഉള്ള ഗൗരവത്തിൻ്റെ വലുപ്പം എത്രമാത്രം വലിയ സംഭവമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് ആർക്കും സംശയമുണ്ടാവുകയില്ല. പക്ഷേ അതിനകത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും പിന്നീടൊരു വ്യവസായിയും കൂടെ വന്ന് നൽകിയ മൊഴിയുടെ പശ്ചാത്തലം കൂടെ ആകുമ്പോൾ ഇത് സ്വർണം മോഷ്ടിച്ച് പുറത്തു കൊണ്ടുപോയി വിറ്റു, അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നത് മാത്രമല്ല, ഒരുപക്ഷെ അവിടെ നിന്ന് അതേക്കാൾ കൂടുതൽ വിലപിടിപ്പുള്ള ഈ പുരാവസ്തു ഇടപാടുകൾ കൂടെ നടന്നിട്ടുണ്ടോ എന്ന സംശയം കൂടെ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് മുന്നിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും ഈ രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രിയാണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുള്ള ഒരാളാണ്. അദ്ദേഹം അത്രമേൽ ഗൗരവത്തോടെ അല്ലാതെ കാര്യങ്ങൾ പറയുകയില്ല, പൂർണ്ണ വിശ്വാസത്തോടെയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംശയിക്കാനും മറ്റുമുള്ള സംഗതികൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഡി മണി ഇക്കാര്യത്തിൽ എന്ത് ചെയ്തിരിക്കാം എന്നാണ് അന്വേഷണ സംഘം വിചാരിക്കുന്നത് അല്ലെങ്കിൽ സംശയിക്കുന്നത്? അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് ഇപ്പോൾ ശബരിമല മാത്രമല്ല, ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പറയുന്ന പുരാവസ്തുക്കൾ പോലും ഈ തരത്തിലൊരു വിപണനം നടത്താൻ വേണ്ടിയൊക്കെ ഇവർ ശ്രമിച്ചിരുന്നു. ഇതെല്ലാം ശ്രമം ഇപ്പൊ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. ഇത്തരം ആരോപണങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി. പക്ഷെ ഇങ്ങനെ ചില ശ്രമങ്ങൾ ഇത്തരം കൂട്ടരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തലാണ് ചെന്നിത്തലയും പിന്നീട് വിദേശ വ്യവസായം ഒക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വസ്തുത എന്താണ്? ഇതാണ് അന്വേഷണ സംഘം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സ്വാഭാവികമായും കൃത്യമായൊരു ചോദ്യം ചെയ്യൽ വേണ്ടിവരും. കാരണം അത് ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നാലും ശബരിമലയായിരുന്നാലും അത് രാജ്യാന്തര ശ്രദ്ധ തന്നെ ഉള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടേക്ക് ഇത്തരം നിഗൂഢ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം.